ശരി, നമ്മൾ വിളിക്കാൻ പോവാണ് നമ്മുടെ ദ്വിതി കുട്ടി ഫ്രം കോഴിക്കോട്. ലെറ്റ്സ് വെൽക്കം ദ്വിതി. അങ്ങനെ പതുക്കെ വരാൻ പറ്റുള്ളൂ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, കാരണം കാലത്ര എത്തുന്നുള്ളൂ. വഴി മാറി വന്നതാണോ? കേറാൻ പറ്റുമോ? അയ്യോ, ഹലോ, ഏതായി മുച്ചിക്കുട്ടി? മനസ്സിലാവുന്നില്ലല്ലോ കണ്ടിട്ട്. കണ്ണട എവിടെ പോയി? എവിടെ നിന്നാണാവോ വരണത്? കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട്. കോഴിക്കോട് നിന്നാണോ? ഉണ്ണിയങ്ങൾ, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എത്ര വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എത്ര ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരൊറ്റ ആൻസർ ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. അതിൽ കവിഞ്ഞൊന്നും പ്രതീക്ഷിക്കരുത്. ദ്യുതിക്കുട്ടി, കണ്ണട എവിടെ? വെച്ചില്ല. കാണുന്നുണ്ടോ എന്നെ? ഇതാരാ? ജയചന്ദ്രൻ സാർ. കാണുന്നുണ്ട്. എന്നെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ചുന്ദരിയാണല്ലോ. എങ്ങനെ ചുന്ദരിയായത്? മേക്കപ്പ് ചെയ്തിട്ട് സുന്ദരിയായത്. പക്ഷെ മേക്കപ്പ് ചെയ്തില്ലെങ്കിലും സുന്ദരിയാണല്ലോ. അതെ, ചെയ്യാതെ കാണുമ്പോഴും അല്ലേ, പുറത്തുനിന്നൊക്കെ കാണുമ്പോഴും ഭയങ്കര സുന്ദരി. എന്തൊരു സുന്ദരിയാ ഇതിപ്പോ. ഇതും കൂടെ വന്നപ്പോ എല്ലാം അലുക്കത്തുണ്ടോ? ഉണ്ട്, അലുക്കത്തുണ്ട്, ആ കമ്മലുണ്ട്, പഴയ കുറെ കാര്യങ്ങളുണ്ട്. മീനുട്ടി, എന്തോ ദ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ശോഭ, തിളക്കം, അല്ലെങ്കിൽ മഹത്തായ എന്നൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഇതിൽ എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു സംഭവമാണ് തോന്നുന്നു. ഒന്നിച്ചുള്ളൊരു ദ്യുതി. അതെ. അപ്പൊ ഏതാണ് പാട്ട്? കന്നിപ്പളുങ്കി. പെർഫോമൻസ് റൗണ്ട് അല്ലേ, എന്റെ ഫേവറേറ്റ് റൗണ്ട്. അതെ, ഡാൻസ് ചെയ്തിട്ടാണോ പാടാൻ പോണ മോള്? കുറച്ച് പറയാ, ആരുടെ പാട്ടാ? ഡീറ്റെയിൽസ് എന്താ? ഫിലിം അങ്ങാടി, മ്യൂസിക് ഡയറക്ടർ ശ്യാം സാർ, സിംഗർ പി സുശീലമ്മ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, വർഷം 1980. ഗുഡ് ഗേൾ. താങ്ക് യു. കണ്ടോ, നല്ലാതെയും കുട്ടിക്ക് പറയാനറിയാം. അതെ അതെ, ഗുഡ് ഗേൾ ആണ് നമ്മുടെ ദ്യുതിക്കുട്ടി അല്ലേ? പാടാ നമുക്ക്. ഓൾ ദി ബെസ്റ്റ് പറയട്ടെ. അപ്പാട് പാടി തുടങ്ങുവോ? അതെ. ഇല്ലേ? ശരി, പക്ഷെ MJ സാറ് പറഞ്ഞാ പാടില്ലേ? അപ്പൊ MJ സാറ് പറഞ്ഞോ. അപ്പൊ ഇപ്പൊ തുടങ്ങാൻ പോണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.